നമ്മളെ പണി നിർവഹിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ റആ മിൻകും മുൻകറാ, മോശപ്പെട്ട കാര്യം ചെയ്യുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നിങ്ങളത് കണ്ടാൽ, നിങ്ങളത് അറിഞ്ഞാൽ, ഫലിയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് തടയാൻ പറ്റുന്ന ആളുകൾ കൈകൊണ്ട് തടയണം. അത് സ്വന്തം കുടുംബത്തിലെ വാപ്പക്ക് മക്കളെ കൈകൊണ്ട് തടയാൻ സാധിക്കും, അവരത് തടയണം. നമുക്കിപ്പോ ആരാന്റെ മക്കളെ കൈകൊണ്ട് തടയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി നമുക്ക് ദഅവ പഠിപ്പിച്ചു തരുന്നു, ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടഞ്ഞോളൂ. അപ്പം ഒരു 10, 80, 85, 90 വയസ്സായ ഒരു വയസ്സങ്കാക്ക, അയാൾക്ക് കൈ കൊണ്ടും തടയാൻ വയ്യ, അയാൾക്ക് നാവ് കൊണ്ട് ഉപദേശിച്ച് തടയാനും വയ്യ. അങ്ങനെയുള്ള മനുഷ്യന്മാര് ഫബിഖൽബിഹി, ഇത്തരം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരെ ഖൽബ് കൊണ്ടെങ്കിലും ഒരു വെറുപ്പ് നിങ്ങൾ പ്രകടിപ്പിച്ച് അവർക്ക് സ്വീകരണം കൊടുക്കൽ നിങ്ങൾ നിർത്തണം. എങ്ങനെ നല്ല വാഴ് കേട്ടിട്ടും ബാപ്പ ഉപദേശിച്ചിട്ടും നന്നാകാത്ത ഒരുത്തൻ നമ്മളെ അടുത്തേക്ക് കയറി വരികയാണെങ്കിൽ അവന് പരിഗണന കൊടുക്കുന്നത്, അവനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ മനസ്സുകൊണ്ട് വെറുക്കൽ എങ്ങനെയാണ്? അവനോടൊരു വലിയ ഒരു നീരസം പ്രകടിപ്പിക്കാം. ഇപ്പൊ ഞാൻ വെല്ലിപ്പാനെടുത്ത് എന്നപ്പം വെല്ലിപ്പ തീരെ മെയിൻ്റെ ചെയ്തില്ല. എന്തുകൊണ്ട് എന്നെ മെയിൻറ്റ് ചെയ്തില്ല? ഞാൻ ആ നിലക്ക് മോശക്കാരനായല്ലോ. നാട്ടിലെ ഒരു വലിയ മാന്യന്മാരൊന്നും എന്നെ, നാട്ടിലെ മാന്യതയുള്ള ആരും എന്നെ അംഗീകരിക്കുന്നില്ല, എന്റെ വാക്കിന് വില നൽകുന്നില്ല. എന്തുകൊണ്ട്? അവരെല്ലാം ഖൽബ് കൊണ്ട് എന്നെ വെറുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്ന് ഓർമ്മ അവനുണ്ടാകണം. സഹോദരന്മാരെ, ഞാൻ ഇത്ര ഗൗരവത്തിൽ ഇത് പറയാനുള്ള കാരണമുണ്ടല്ലോ. നമ്മൾ നാട്ടിൽ നടക്കുന്ന ആവശ്യമില്ലാത്ത എന്തെല്ലാം സംഗതികളുണ്ടോ, അത് കളിയാവട്ടെ, പാട്ടാവട്ടെ, നൃത്തമാവട്ടെ, ചവിട്ടാവട്ടെ, ചാട്ടമാവട്ടെ, എന്ത് സംഗതിയായാലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന കാര്യമായതുകൊണ്ട് അതിന്റെ സംഘാടകരും അതിന് വിധേയമായ ആളുകളും വൈലെന്ന നരകത്തിലാണെന്ന് ഖുർആനിൽ അല്ലാഹു ഉറപ്പായിട്ടും പറയുന്നുണ്ട്. നമുക്ക് ഖുർആനിലുള്ള സംഗതി പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഫവൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീന അല്ലദീന ഹും ഫീ ഖൗളിൻ യൽഅബൂൻ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അനാവശ്യത്തിൽ മുഴുകിക്കളിക്കുന്ന ആളുകളുണ്ടല്ലോ. അതാണ് ഫീ ഖൗളിൻ യൽഅബൂൻ എന്ന് പറഞ്ഞാൽ അനാവശ്യങ്ങളിൽ മുഴുകിക്കളിക്കുന്നവർ എന്ന അതിന്റെ വാക്കർത്ഥം. അനാവശ്യങ്ങളിൽ മുഴുകിക്കളിക്കുന്ന ആളുകൾക്ക് ഫവൈലുൻ, വൈലെന്ന നരകമുണ്ട്. യൗമൈദിൻ, ആ മഹ്ശറയിൽ, ലിൽ മുകദ്ദിബീന, അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകളാണ്. എങ്ങനെ? അല്ലദീന, എങ്ങനെ കളവാക്കിയവർ? ഹും, അവരെ ഫീ ഖൗളിൻ യൽഅബൂൻ, അനാവശ്യങ്ങളിൽ മുങ്ങിക്കളിക്കുന്നവരായിരുന്നു. നാട്ടിലെ എല്ലാ തോന്നിവാസത്തിലുണ്ട്, എല്ലാ വിഷയത്തിലുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖൗളിൻ യൽഅബൂൻ എന്ന് പറഞ്ഞാല് അനാവശ്യങ്ങളിൽ മുങ്ങിക്കളിക്കുക. നാട്ടിൽ എന്ത് തോന്നിവാസമുണ്ടോ അതിലെല്ലാം അവരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് വൈലെന്ന നരകമാണ്. നമ്മൾ ആലോചിക്കണം, സൂക്ഷിക്കണം, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പേടിക്കണം. അത്തരം ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ഖുർആൻ പറയുന്നു, അവ അമിന അഹ്ലുൽ ഖുറാ, അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബൗസുനാ ളുഹൻ വഹും യൽഅബൂൻ. അല്ലാഹു തആല ചോദിക്കുന്നു, അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബൗസുനാ പകലിൽ അവർ കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്നതിനെ പറ്റി അവർക്ക് വിചാരമില്ലേ? ഇതെല്ലാം കാണുന്ന ഒരുത്തരുണ്ടെന്ന വിചാരമില്ലേ? ഈമാനുള്ളവന്റെ മനസ്സ് ഇപ്പൊ പടയണം. എന്താ അല്ലാഹു തആല പറഞ്ഞത്? അവ അമിന അഹ്ലുൽ ഖുറാ, അത്തരക്കാര് എന്താ ചിന്തിക്കുന്നില്ലേ? അയ്യതിയഹും ബൗസുനാ ളുഹൻ, പകൽ സമയത്ത് അല്ലാഹുവിന്റെ അദാബ് അവരിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് അവർ പേടിക്കുന്നില്ലേ? വഹും യൽഅബൂൻ, അവർ കവലി തമാശകളിൽ ലയിച്ചിരിക്കുകയാണല്ലോ. ആ സമയത്ത് അദാബ് ഇറങ്ങുമെന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല.
ചിന്തിക്കുന്നില്ലേ? അഫ അമിനാഹിലുൽ ഖുറാ അയ്യതിയഹും ബൗസുനാ ബയാതൻ വഹും നായിമൂൻ. ഇനി കളികളെല്ലാം കഴിഞ്ഞ് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഇപ്പൊ അവർ കിടന്നുറങ്ങുകയാണ്. എന്നാൽ ആ ഉറക്കിലും അദാബ് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന ചിന്ത അവർക്കില്ലേ? യഥാർത്ഥത്തിൽ ഈ ആയത്ത് രണ്ടും ഒരു സമൂഹത്തെ നശിപ്പിച്ച കഥ പറഞ്ഞ ശേഷമാണ് അള്ളാഹു ചോദിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ ആളുകളെ അള്ളാഹു പലപ്പോഴും നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിച്ചിട്ട് വേറെ വിഭാഗത്തെ അള്ളാഹു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നവരെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുന്നത്, അള്ളാഹു നേരത്തെ നാശുള്ള ദിവസങ്ങളിൽ, പാതിരാവുകളിൽ, പട്ടാപകലുകളിൽ, കൊടുങ്കാറ്റുകളിലായി, തീക്കൊള്ളി കഷ്ടങ്ങളായി, തീയിന്റെ കനലുകളായി, ഇങ്ങനെയൊക്കെ അദാബുകൾ രാത്രിയും പകലും ഇറക്കിയിട്ടുണ്ട്. ആ അള്ളാഹു ഈ കളിതമാശക്കാരോട് ചോദിക്കുന്നു, അള്ളാഹു പണ്ട് അദാബ് ഇറക്കിയതുപോലെ ഇന്ന് അവന് അദാബ് ഇറക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? വളരെ ബേജാറുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ ചിന്തിക്കണം. എന്തിനാ ഈ തമാശകളും ഒക്കെ? പൊതുവെ എന്തിനാ? ചിരിക്കാൻ വേണ്ടി. വേറെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ? അങ്ങോട്ട് ചിരിക്കന്നെ. ഖുർആൻ പറയണതോ കുറച്ചേ ചിരിക്കാവൂ, നിങ്ങൾ കൂടുതൽ കരയാൻ സമയം കണ്ടെത്തണം. കുറച്ചേ ചിരിക്കാവൂ, കൂടുതൽ കരയണം. ആ ചിരി തന്നെ എങ്ങനെ? പല്ലിന്റെ നിറം പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള ഒരു വായ തുറന്നുകൊണ്ടുള്ള ചിരി മുസ്ലിമിന് പറ്റൂലാണ്. അതേ സമയത്ത് പുഞ്ചിരിയോ അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പുഞ്ചിരിച്ചോളൂ, അത് സദഖയാണ്, അത് ഈമാനിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു മൂമിനോട് പുഞ്ചിരിക്കൽ സദഖന്റെ കൂലി കിട്ടും. അതേ സമയത്ത് അണ്ണാക്ക് കാണുന്ന രൂപത്തിൽ പൊട്ടിക്കൊള്ള ചിരി ഉണ്ടല്ലോ, ആ ചിരി വലിയ അപകടം വരും. നമ്മളെ ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി, ഇത് ഞാൻ ഇടക്ക് പറയാണ്, പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കലാണ്. ഇങ്ങനത്തെ ഒരു ഇത് നല്ല മനോഹരമായി മലയാളത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇങ്ങനെ കവിതയാക്കിയതാണ്. ഒരു കവിതന്റെ ടൂണൊന്നും അല്ലത്, ഒരു ഉപദേശം, ഒരു നസീഹത്താണ്. ഇതിൽ അദ്ദേഹം എല്ലാ വിനോദങ്ങളും പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയില്ല, കൂബി ആർക്കുക, ചിരിക്കുക, പൊളക്കുക. എന്നാൽ നിങ്ങൾ നോക്കൂ, തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി പൊട്ടിച്ചിരിയുടെ വിപത്തുകളെന്ന് പറഞ്ഞിട്ട് മൂപ്പര് എഴുതുകയാണ്. പൊട്ടിച്ചിരിക്കരുതെന്ന് നീ അറിയേണ്ടതാ, അതിനാൽ ഒരൊട്ട് വിപത്തുകൾ ജനിക്കുന്നതാ. പൊട്ടിച്ചിരിക്കരുതെന്ന് നീ അറിയണം. അങ്ങനെ പൊട്ടിച്ചിരിച്ചാൽ 8 വിപത്തുകൾ നിനക്കുണ്ട് എന്ന് നീ അറിയണം. എന്താ 8 വിപത്ത്? ഉലമാവ് അതിനാൽ നിന്നെ അവഹേളിക്കുമേ, ഉഖലാവും അത് കൊണ്ടെപ്പോഴും നിന്ദിക്കുമേ. ഉലമാക്കള് നിന്നെ എന്താവൂല, എപ്പോഴും ഇങ്ങനെ ചിരിയും കളിയായി നടക്കുന്ന ആളെ ഒരിക്കലും അംഗീകരിക്കൂല. പിന്നെ ഉഖലാ, ബുദ്ധിയുള്ള നല്ല മനുഷ്യന്മാരും നിന്നെ അംഗീകരിക്കാൻ പോണില്ല. ജുഹാല് നിന്നെ കൊണ്ടുടൻ പന്താടും, അവർക്കെന്തിനും ധൈര്യം വരും നിന്നോട്. അപ്പോ നീ ഇങ്ങനെ വെറും വിനോദത്തിന്റെയും തമാശന്റെ ആളുകളായ ജുഹാല്, വിവരമില്ലാത്ത കാരാക്കൂസുകളില്ലേ, കാരാക്കൂസുകൾ നിന്നെ പന്താടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. അന്നെ എന്തിനും പറ്റും, ഓനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ആളാവും. ജാഹിലിയങ്ങൾ എന്റെ ആളാവും, ആലിമീങ്ങൾ എന്നെ മാറി നിൽക്കും, ബുദ്ധിയുള്ള ആളുകളും എന്നെ കൈയൊഴിക്കും. പിന്നെ പറയാം, സുബ്ഹാന റബ്ബി ആലിമാ നീ എങ്കിലേ, ഇൽമിന് നുഖ്സാൻ വന്നു എന്നാൽ നിന്നിലെ. നീ ജാഹിലാണെങ്കിൽ ലഭിക്കും പിന്നെ ജഹിലിന് കുറവില്ലാത്ത ഏറ്റം തന്നെ. ഒരു ആലിമായ മനുഷ്യനാണ് അണ്ണാക്ക് കാണുന്ന രൂപത്തിൽ പൊട്ടിച്ചിരിക്കണമെങ്കിൽ മൂപ്പര ഇൽമ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കിതാബിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പാട്ടാക്കാൻ. ജാഹിലായ മനുഷ്യൻ, വിവരമില്ലാത്ത ഒരു സാധാരണ നാടനാണ് ഇങ്ങനെ കളിതമാശി ചിരിയായിട്ട് നടക്കണമെങ്കിൽ ജഹിലിന് കുറവില്ലാതെ ഏറ്റം തന്നെ. നിന്റെ ഇൽമ്, നിന്റെ ജഹിലുണ്ടല്ലോ, അത് കൂടി ഡിഗ്രി പ്രഷർ കൂടുന്ന മാതിരി ഡിഗ്രി മേൽപോട്ട് കൂടിക്കൊണ്ടിരിക്കും. നന്നാകാൻ പിന്നെ സാധ്യതല്ല. പിന്നെ മഹാനവരോട് എഴുതുകയാണ്,
ദോഷങ്ങൾ അനവധി മുമ്പ് അവനിൽ വന്നത് മറക്കുന്നു എന്നത് തന്നെ നാലാമത്തെ നഷ്ടം എന്തായിരുന്നോ? നീ ഒരുപാട് ദോഷം നേരെ ചെയ്തു പോയി, പക്ഷെ ഒരു തൗബന്റെ മനസ്സ് എനിക്കില്ലാതെയായി. എല്ലാ സമയത്തും ചിരിയും തമാശയും വിനോദവും ആവശ്യമില്ലാത്തതും അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ടാൽ നീ എന്താവും? നിനക്ക് ദോഷങ്ങൾ മുമ്പ് ചെയ്തു പോയതൊക്കെ മറന്നിട്ട് നീ കൂടുതൽ എന്താവും? ദോഷിയാവും. കസുവത്ത് കൽബിന് വന്നിടും എന്നുള്ളതാ, അതിനാൽ അവൻ തെറ്റേതിനും മുതിരുന്നതാ. കസുവത്ത് പറഞ്ഞ മൂടി. ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആളാ എപ്പോഴും കളിതമാശയാൽ ഹൃദയത്തിൽ ദോഷത്തിന്റെ മൂടിയിടും. പിന്നെ തെറ്റ് ഏത് ചെയ്യുന്നതിന് എനിക്ക് പഞ്ഞുണ്ടാവില്ല, നീ തെറ്റുകാരനായി തന്നെ പോകും. മൗത്തിനെ മറക്കൽ തന്നെയും വരുന്നുണ്ട്, മൗത്തിന്റെ ശേഷം ഉള്ളതും അതുകൊണ്ട്. നിനക്കുള്ള ചിരി കണ്ടും ചിരിച്ചവരുണ്ട്, അവർക്കുള്ള കുറ്റം പിന്നെയും നിനക്കുണ്ട്. ഇത് കാരണം നീ കരയലൊട്ട, ഇത് കാരണം നീ കരയലട്ട പൊട്ട, തോരാത്ത രീതിയിൽ നാളെ വരലാച്ചിട്ട. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ സംഭവിക്കും ചിരി കൊണ്ട്. അതുകൊണ്ട് നിനക്ക് മാറ്റം വരാതെ നീ പൊട്ടിച്ചിരിയുമായി പോവുകയാണെങ്കിൽ നിനക്ക് എടാ പൊട്ട, നിനക്ക് ശരിക്കും നീ നാളെ ആഖിറത്തിൽ കരയേണ്ടി വരും കേട്ടോ. ആഖിറത്തിൽ നിനക്കൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ മഹാനവർ പറയണു, പൊട്ടിച്ചിരിക്കൽ ഇന്ന് പുതിയൊരു ഫാഷന, ചിരിക്കാത്തവൻ സുബ്ഹാന റബ്ബി ഭോഷന. പൊട്ടിച്ചിരിച്ചും കൊണ്ടിനീ തെളിയും, പൊട്ടിച്ചിരിച്ചും കൊണ്ടിനീ ഞെളിയുന്നു, കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു, ചാടിക്കളിക്കുന്നാട് എന്തറിയുന്നു, അറവിന്റെ കത്തിയും മറുവശം തേക്കുന്നു. അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആട്, കൊച്ചനാട്, അതിങ്ങനെ ചാടിക്കളിക്കണം. ഈ പാവം ആട് അറിവുകാരമല്ല, കത്തിങ്ങനെ അണച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഈ പാവം ആടറിയണില്ല. ആ നിലക്ക് തന്നെ പൊട്ടിച്ചിരിച്ചും കൊണ്ടിനി ഞെളിയുന്ന്, കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. പായക്കാടോ എടവണ്ണപ്പാറയോ ഏതെങ്കിലും ഒരു തുണിശാപ്പിൽ നിന്നെ കഫൻ ചെയ്യാനുള്ള തുണി നേരത്തെ ഇറക്കിയിട്ടുണ്ടെന്ന കാര്യം നീ അറിയുന്നില്ല. നീ ഇവിടുത്തെ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ? 24 മണിക്കൂറും ക്ലബല്ലേ? അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കൂറ്റനാട് കത്തിമൂർച്ച കൊട്ടുന്ന ആളെ അറിയാതെ ചാടുന്നത് പോലെയാണ് നീ ക്ലബിന്റെ പേരിൽ ചാടിക്കളിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. നിന്റെ കഫൻ തുണി നിന്റെ തൊട്ടടുത്ത തുണിശാപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാനത് നീട്ടിപ്പാടുകയല്ല, മൂപ്പര് പറയുന്നു, സഹോദരന്മാരെ, കള്ളം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കലും വയലുണ്ടവർക്കെന്നാണ് തിരുവചനത്തിലും. കള്ളം പറഞ്ഞ ആൾക്കാരെങ്ങനെ ചിരിപ്പിക്കുക, നുണ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിപ്പിക്കുക. അവർക്ക് വയലുണ്ട്, വയലെന്ന നരകമുണ്ട്. വയലുല്ലിൽ മുകദ്ദിബീൻ, നേരത്തെ ഞാൻ ഓതിയ വയല് എന്ന നരകം അവർക്കുണ്ട്. ചിരിപ്പിക്കുവാൻ ഒരു വാക്ക് നീ പറയുന്നത്, റബ്ബിന്റെ കോപമിറങ്ങുവാൻ വഴി തന്നത്, നിനക്കും ലഭിക്കും നിന്റെ ചുറ്റും നിന്ന മറ്റുള്ളവർക്കും പൊതുവിപത്താണെന്ന. അത് നിനക്കു മാത്രമല്ല, നിന്നോടൊപ്പം കൂടി ചിരിച്ച ആളുകളുണ്ടല്ലോ, അവർക്കും അത് വലിയ വിപത്താണെന്ന് ഓർക്കണം. സുബ്ഹാന റബ്ബി, കാലമേതാണോ ഇത്, വഅളിന്റെ സദസ്സിലും ഇന്ന് ചിരിയാണുള്ളത്. ഇന്നത്തെ വഅളിനെ പറ്റി മൂപ്പര് പരാമർശിക്കുന്നുണ്ട്. വഅള് പറയുന്ന ആൾക്കാർ മൂപ്പര് പരാമർശിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മളെ വഅള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? അവിടെ ഇങ്ങനെ ഇരുന്ന് പേടിയുള്ള കാര്യങ്ങളെ കേൾക്കുന്നുള്ളൂ. വഅളാണെങ്കിൽ ഒന്നൊന്ന് ചിരിക്കണ്ടേ എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. താഴെ മുഹമ്മദ് കുഞ്ഞുമൗലവി പാടുകയാണ്, സുബ്ഹാന റബ്ബി, കാലമേതാണോ ഇത്, വഅളിന്റെ സദസ്സിലും ഇന്ന് ചിരിയാനുള്ളത്. ചിരിയില്ല എങ്കിൽ സദസ്സിലും ആളില്ല, ആളുള്ളവർക്കോ തീരെ രസവും ഇല്ല. അവിടെ ചിരില്ലാത്തോണ്ട് വേദനയാക്കാതെ ആൾക്കാർ വന്നില്ല. എന്നാ കുറച്ച് സാധുക്കൾ വന്നിട്ടുണ്ട്, ഓൾക്ക് ചിരി അവിടെ ഇല്ലാത്തോണ്ട് ഓൾക്ക് വേദന പിടിക്കണമില്ല. ഈ രൂപത്തിൽ ചിരിയോട് ചിരി,
അങ്ങനെയായിരിക്കുകയാണെന്ന് ലോകത്തിന്റെ സ്ഥിതി. അപ്പൊ ഈ കളിതമാശകളിൽ ഏർപ്പെടുന്ന മനുഷ്യന്മാരോട് ചോദിക്കൂ, എന്തിനാണിത്? അത് നമുക്കിപ്പോ ഒരു ഇത് വേണ്ടേ, ഒന്ന് ചിരിക്കണ്ടേ, ഒന്ന് കൂവിയാർക്കണ്ടേ, എല്ലാം അതിനെ കാളപ്പൂട്ടായാലും ഒക്കെ. പക്ഷെ വയസ്സന്മാരെ ഏറ്റവും വലിയ വിനോദാണ് കാളപ്പൂട്ട്. ഓ, എത്ര മനുഷ്യന്മാരെ അടങ്ങാറാണ്. ഒന്ന് ഈ ഉലായിക്കൽ അന്നാം, മൃഗങ്ങളെ പോലെയാണ്, ബൽഹും അവൻ അതിനേക്കാൾ മോശക്കാരനാണെന്ന് വിശേഷിപ്പിച്ച കുറച്ച് കാളപൂട്ട് കാക്കാമാർ. ഓലും അടങ്ങാറാണോ, ഈ പാവം കാളാരും അടങ്ങാറാണോ അല്ലേ? ചടിക്കണ്ടത്തിലൂടെ ഓടിയിട്ട് എന്താ പോലെ കിട്ടുക? കുറെ ആർപ്പും പുളിയും കിട്ടും, കുറെ ആർപ്പും പുളിയും ചിരിയും തമാശയും കിട്ടും. ഇതല്ലാതെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? സഹോദരന്മാരെ, ആലോചിക്കണം. അതുകൊണ്ട് ഇവിടെ മുസ്ലിമായി ജീവിക്കുവാൻ ആവശ്യമുള്ള കാര്യങ്ങളെന്തോ അത് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളേതോ അത് ഒഴിവാക്കുക. ഇത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കുന്നവനാണ് മൂമിന്. ആ മൂമിനീങ്ങളെ വിജയിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ബാധ്യത എന്തിനാ നമ്മളിത് വിളിച്ചു കൂവുന്നത്? ഇത് നമ്മുടെ ദഅവയുടെ ഭാഗമാണ്. നമ്മൾ ഒരു നാട്ടിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ അല്ലാഹു മുദ്രണം ചെയ്യും. തെറ്റ് ചെയ്യുന്നവന്റെ അല്ല, അവനല്ലെങ്കിലും വടക്കായി പോയി. അത് കണ്ടിട്ട് പ്രതികരണ ശേഷിയുള്ള ആള് പ്രതികരിച്ചില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന് കേടുവരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. ഞാൻ റസൂലുള്ള പറഞ്ഞ അവിടുത്തെ അതേ വാക്ക് അതേമാതിരി കേൾപ്പിക്കാം. ഇന്ന അവ്വലമാ ദഖലൻ നഖ്സു മിൻ അലാ ബനി ഇസ്രായീല, ഇന്ന അവ്വലമാ ദഖലൻ നഖ്സു അലാ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിൽ ആദ്യം സംഭവിച്ച ന്യൂനത. ഈ ബനു ഇസ്രായേലിയരല്ലേ, അവർ അല്ലാഹു തആല പല കോലത്തിലും പല രൂപത്തിലായി സൃഷ്ടിച്ചിട്ടുണ്ട്, പല കാലങ്ങളിലായി. എന്നാൽ ഇവർക്ക് ഈ ശിക്ഷ കിട്ടാനുള്ള കാരണത്തിന്റെ ആദ്യത്തെ ന്യൂനത എന്താണ്? ഏത് വിഷയത്തിന്റെ അടിസ്ഥാന കാരണം ഉണ്ടാവുമല്ലോ. ഒന്നാം കാരണം എന്താ? അന്നഹു കാന റജുലു യൽഖർ റജുല, അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ നല്ല മനുഷ്യൻ കാണുന്നു, തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ കാണുന്നു. ഫയഖൂലു, തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് പറയുന്നു, യാ ഹാദാ ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ പേടിക്കണം. വദഅമാ തസ്നഉ ഫഇന്നഹു ലാ യഹല്ലു ലഹാ, അതുകൊണ്ട് നീ ഈ തോന്നിവാസങ്ങളൊക്കെ ഒഴിവാക്കണം, അനാവശ്യങ്ങളൊക്കെ മാറ്റിവെക്കണം. കാരണം നമുക്കത് അനുവദനീയമാവുകയില്ല എന്നൊരു ഉപദേശം കൊടുത്തു. അതായത് ചെയ്യേണ്ടതാണ്, ഉപദേശം കൊടുത്തു. സുമ്മയൽഖാഉ മിനൽ ഗദി, പക്ഷേ ഈ ഉപദേശം കേട്ടിട്ടും പിറ്റേന്ന് ഇയാളെ കണ്ടു വഹുവ അലാ ഹാലിഹി, ഇന്നലത്തെ അതേമാതിരി തന്നെ കണ്ടു, ഒരു മാറ്റമില്ല. അതേമാതിരി തെറ്റ് എത്ര ഉപദേശിച്ചിട്ട് ആ ഉപദേശിച്ചിട്ട് ഒരു മാറ്റമില്ലാതെ അതേമാതിരി തന്നെ അവനെ കണ്ടു. എന്നിട്ട് ഫലായംനൗദാലിക്കാം, അങ്ങനെ തന്നെ അവനെ മാറ്റമില്ലാതെ കണ്ടിട്ട് ഇയാൾക്കൊരു തടസ്സം ഉണ്ടായില്ല. അയ്യകൂന അഖീലഹു വശരീബഹു വഖഈദഹു, അവനോട് കൂടെ ഇരിക്കാനോ അവനോട് കൂടെ ഭക്ഷണം കഴിക്കാനോ അവനോടൊപ്പം വെള്ളം കുടിക്കാനോ അവനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാനോ ഒന്നും ഇവന് തോന്നിയില്ല. ഞാൻ എന്നോട് പറയാനുള്ള പറഞ്ഞു, നീ അത് കേട്ടില്ല, ചായ പറഞ്ഞ അങ്ങ് ജ്യൂസ് കുടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഒരു വെറുപ്പില്ലാതെ ഇവനെ പഴയതിനേക്കാളും നല്ല കൂട്ടുകാരനായി ഇവർ കൊണ്ടു കടന്നു. പറഞ്ഞ മനസ്സിലായോ? നമ്മളെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അതാണ് ഹൃദയത്തിൽ ഇങ്ങനെ എന്നെ പറ്റിയാണല്ലോ തോന്നണം, ഇവിടെ തോന്നണം. നമ്മളെ പറ്റി അല്ലേ പറഞ്ഞത്. ഇത് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞ അന്ധകാലത്തുള്ള മനുഷ്യന്മാരെ പറ്റി പറയാൻ. അവർക്ക് വന്ന നമ്പർ 1 ന്യൂനത, ഒരു തെറ്റ് ചെയ്യുന്ന ആളെ കാണുന്നു, കണ്ടപ്പോൾ ഉപദേശിക്കുന്നു, പക്ഷേ ഉപദേശം കേട്ടവൻ പിറ്റേന്നും അതേ രൂപത്തിൽ തന്നെ കാണുന്നു. എന്നിട്ട് അവനോടുകൂടെ ഇരിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ
ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നതിനോ യാതൊരു തടസ്സവുമില്ലാതെ പഴയ മാതിരി തന്നെ കൂട്ടുകാരനായി ഇവൻ കൊണ്ടു നടക്കുന്നു. അങ്ങനെ ഫലമ്മാ ഫാലൂദാലിക, അങ്ങനെ ഇവർ പഴയ മാതിരി തന്നെ ഫ്രണ്ട്ഷിപ്പുമായി മുന്നോട്ട് പോയപ്പോ വറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബിബഅദ്, ചിലർ കാരണം ചിലരുടെ മനസ്സിനെ അല്ലാഹു ശരിക്കും മുദ്രണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ ഇവനുമായി, അവന്റെ ഹൃദയം പോലെ തന്നെ ഇവന്റെ ഹൃദയമായി. ഇവനെന്തായി? ചാരിയാൽ ചാരിയതുമാണ് തോന്നുന്ന രൂപത്തിലായി. പിന്നെ മാത്രമല്ല ഹൃദയം ഇവർ തമ്മിൽ നല്ല മനുഷ്യന്മാരൊക്കെ ആരോഗ്യമായി ഹൃദയങ്ങൾ തമ്മിൽ ഭിന്നിക്കുകയും ചെയ്തു. അങ്ങനെ ഇതിങ്ങ് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല്. ഇത് പറയുമ്പം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു രൂപത്തിലുള്ള ഇരുത്തമായിരുന്നു. എന്നിട്ട് ഹദീസിൽ കാണാ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശരിക്കൊന്നിങ്ങോട്ട് ഇരുന്നിട്ട് സുമ്മഖാല, പിന്നെ അങ്ങ് ഓതി. ഏത് ആയത്താണ് ഓതിയത്? ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയമ ദാലിക ബിമാ അസവ്വ കാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൗന منكر فعلوه بئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. എന്നത് വരെ അങ്ങോട്ട് ഓതി നന്നായി റസൂലുള്ളാഹി ഓതി. എന്താ അതിന്റെ അർത്ഥം? ഇരുണ്ടോ അർത്ഥം? ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല, ബനൂ ഇസ്രായേലിലെ സത്യനിഷേധികളെ ആക്ഷേപിക്കപ്പെട്ടു, ശപിക്കപ്പെട്ടു. അലാ ലിസാനി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നാവിനാൽ, വഈസ ഇബ്നു മറിയമ, മറിയമിന്റെ മകൻ ഈസ നബി അലൈഹിസ്സലാമിന്റെ നാവിനാൽ ശപിക്കപ്പെട്ടപ്പോൾ അവരെന്തായി? ഒരു കാലഘട്ടത്തിൽ കുരങ്ങായി, വേറെ ഒരു കാലഘട്ടത്തിൽ മറ്റ് അദാബുകൾ ഇറങ്ങി, നാശങ്ങൾ അവർക്ക് സംഭവിച്ചു. എന്താ കാരണം? ദാവൂദ് നബി അലൈഹിസ്സലാം ശപിച്ചതുകൊണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ശപിച്ചതുകൊണ്ട്. എന്താ കാരണം? ദാലിക ബിമാ സവ്വ കാനൂ യഅ്തദൂൻ, അനുസരണക്കേട് കാണിക്കുകയും അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാ ശാപം വന്നത്, അതുകൊണ്ടാ അദാബ് വന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കാനൂ അവരായിരുന്നു, ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളെ അവർ തടയാൻ പോയില്ല. ആഖിറസമാന്റെ മക്കൾ ശരിയാവൂല എന്ന് വിചാരിച്ചിട്ട് കാരണന്മാരും മൊയ്യന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നന്നാവൂലേ, ഇപ്പൊ പഴയമാരൊന്നല്ല, പറഞ്ഞിട്ട് കാര്യമില്ലേ എന്ന് പറഞ്ഞ് പ്രതികരണ ശക്തിയുള്ള ആളുകൾ പ്രതികരിക്കാതെ പിന്തിരിഞ്ഞു നിന്നു. അതുകൊണ്ടാണ് അവരിലേക്ക് അദാബ് ഇറങ്ങിയതെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വലബീസ മാ കാനൂ യഫ്അലൂൻ, അവരാ ചെയ്തി എത്ര ചീത്തയല്ലേ, എത്ര മോശം അല്ലേ. അവർക്ക് അല്ലാഹു കൊടുത്ത നാവ് കൊണ്ട് തെറ്റ് ചെയ്യുന്നതിനെ അവർ തടഞ്ഞില്ലല്ലോ. ബാപ്പമാരെ, നിങ്ങളുടെ ബീജത്തിൽ നിന്ന് ജനിച്ച കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിനക്ക് കൈ തന്നിട്ട് ആ കൈ കൊണ്ട് നീ തടഞ്ഞില്ലല്ലോ. ആവതില്ലാത്ത വയസ്സന്മാരെ, നിങ്ങൾക്കിപ്പം നടക്കാനല്ലേ കഴിയാത്തതുള്ളൂ, നിങ്ങൾക്ക് നാവ് കൊണ്ട് വയന്ന് പറയാനല്ലേ സാധിക്കാത്തതുള്ളൂ. പക്ഷേ നിങ്ങൾ കുടുംബത്തിലെ തന്റെ ഇടമുള്ള കാരണവരല്ലേ. ഇന്നും നിങ്ങളെ കുടുംബത്തിലെ നിക്കായിന്റെയും തലാഖിന്റെയും കാനോത്തിന്റെയും നിശ്ചയത്തിന്റെയും കാര്യമൊക്കെ നിങ്ങളെ കാൽക്കൽ വന്ന് തന്നെയല്ലേ തീരുമാനിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കൽബ് കൊണ്ട് തടയാനുള്ള കഴിവ് തന്നിട്ടും നിങ്ങൾ തടഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയത്. റസൂലുള്ളാഹി തുടരുകയാണ്, അതുകൊണ്ട് തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ, സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കുന്നത് നബിയെ നിങ്ങൾക്ക് കാണാം എന്ന് അല്ലാഹു പറഞ്ഞത് നമ്മളോട് റസൂലുള്ളാഹി പറയുകയാണ്. സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കുന്നത് താങ്കൾക്ക് കാണാം. ലബിഗസ മാ ഖദ്ദമതു ലഹും അൻഫുസുഹും, തങ്ങൾക്കായി അവർ തന്നെ ഒരുക്കി വെച്ചത് വളരെ ചീത്ത തന്നെ. അതെന്താണ്? അൻസഖിത്തല്ലാഹു അലൈഹിം വഫിൽ അദാബി ഹും ഖാലിദൂൻ, അത് അല്ലാഹുവിന്റെ കോപത്തിന് അവർ പാത്രമാകലാകുന്നു. അതുപോലെ വേദനാജനകമായ നരകശിക്ഷയാകുന്നു, അത് അവർ തന്നെ ഒരുക്കി
വച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയണം, വലൗ കാനൂ യുമിനൂന ബില്ലാഹി വന്നബിയ്യി, അവര് അല്ലാഹുവിനെയും അവന്റെ നബിയെയും അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളായിരുന്നെങ്കിൽ, വമാ ഉൻസില ഇലൈഹി, അവരിലേക്ക് ഇറക്കപ്പെട്ട കിതാബും അംഗീകരിക്കുന്നവരായിരുന്നെങ്കിൽ, മത്തഖദൂഹും ഔലിയാ, സത്യനിഷേധികളെയും കളിതമാശയിൽ വ്യാപൃതരായവരെയും ഔലിയാക്കളായി, സഹായികളായി, സംരക്ഷകരായി അവർ കാണുമായിരുന്നില്ലല്ലോ. അവരുമായി ഇടപഴക്കം അവർ തുടരുമായിരുന്നില്ലല്ലോ. വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ, അതുകൊണ്ട് തന്നെ ഈ ഉപദേശിക്കാത്ത ആളുകള്, തെറ്റ് ചെയ്യുന്ന ആളുകളെ കൂട്ടുകാരായി നടക്കുന്ന ആളുകള്, അവർ അതിക്രമികളായി ഇരിക്കുന്നു. അവരിൽ അധികവും അതിക്രമികളായിരിക്കുന്നു. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതായത് ക്രമം തെറ്റിപ്പോയവർക്കാണ് ഫാസിഖീങ്ങൾ എന്ന് പറയാം. അതാ ഞാൻ അതിക്രമികളായിരിക്കും എന്നർത്ഥം വെച്ച്. അള്ളാഹുവിന്റെ ഒരു ക്രമമുണ്ട്, ഒരു മതക്രമമുണ്ട്, അത് ലംഘിക്കുന്നൊക്കെ അനാവശ്യമാണ്. അത് ചെയ്യുന്നത് കണ്ടാൽ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക്. മഹല്ല് കമ്മിറ്റിക്കാണ് ഇവിടെ SYSനേക്കാളും SSFനേക്കാളും ഒക്കെ വലിയ ഉത്തരവാദിത്വം. അതേ സമയത്ത് മഹല്ലത്തിന്റെ കൺട്രോൾ പവർ മഹല്ല് കമ്മിറ്റിയുടെ കാരണവർക്ക് അവിടുത്തെ ഖത്തീബിനുമാണ്. അവര് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മഹല്ലിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പറ്റി ബോധവാന്മാരായി ഉപദേശിക്കേണ്ടതുപോലെ ഉപദേശിച്ച് നന്നാക്കിയിട്ടില്ലെങ്കിൽ ഈ കാരണന്മാർക്ക് നമ്മളെ നാടിന് അദാബ് ഇറങ്ങുന്ന. റസൂൽ പറച്ചു നിർത്തിയോ? ഈ ആയത്തിങ് ഓതിയിട്ട് റിപ്പോർട്ട് ചെയ്ത് സഹാബി പറയണു, അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഗൗരവത്തിൽ പറയാൻ തുടങ്ങി. എന്താ ഗൗരവം? സുമ്മഖാല കല്ലാ വല്ലാഹി ലതഅമുറന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകർ. അതുകൊണ്ട് അല്ലാഹുവാണ്, നന്മ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കുന്നില്ലെങ്കിൽ, തിന്മയെ നിങ്ങൾ തടയുന്നില്ലെങ്കിൽ, ബനൂ ഇസ്രായേലിനെ നശിപ്പിച്ച അല്ലാഹുവിന് നിങ്ങൾ വലിപ്പമേറുകയില്ല. അത്യുച്ചത്തിൽ ഗൗരവമായി അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയുണ്ടായി എന്ന് ഈ ഹദീസിൽ കാണുന്നു. വേറെയും ഇതുപോലത്തെ ഒരുപാട് ഹദീസുകളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിവിടെ നമ്മുടെ പ്രവർത്തകന്മാർ ഒരു വാദം സംഘടിപ്പിച്ച് ഇങ്ങനെ മൈക്കിലങ്ങ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടുത്തെ മഹല്ലിലെ കാരണവന്മാർ ഉത്തരവാദിത്വം തീരുകയില്ല. നമുക്കിപ്പോ മുഅ്മിനീങ്ങൾ വിജയിച്ചു, അവർ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വിനെ തൊട്ട് അനാവശ്യങ്ങളെ തൊട്ട് മാറി നിൽക്കുന്നവരുമാണ് മുഅ്മിനീങ്ങൾ എന്നൊരു വിശദീകരണം പറഞ്ഞങ്ങ് വാദ നിർത്തിയത് കൊണ്ടായില്ല. അനാവശ്യങ്ങളായ കാര്യങ്ങൾ എന്തെല്ലാം നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്നുണ്ട്, അതിന് മഹല്ല് കാരണവന്മാരും മഹല്ല് ഖത്തീബ് കാരണവന്മാര് അതിന് പൂർണ്ണമായും അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വരിസംഖ്യ പിരിച്ചെടുത്തിട്ട് അതുകൊണ്ട് 1-2 ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം കൊടുക്കാതെ മാത്രമല്ല അവരുടെ ഡ്യൂട്ടി. ഈ മഹല്ലത്തിലെ ആഖിലും ബാലിഗുമായ സകല ആണ് പെണ്ണിനെയും സ്വർഗത്തിലേക്ക് എത്തിപ്പിക്കേണ്ട ബാധ്യതയാണ് ഒരു മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം. അതിന്റെ ഗൗരവം ഓർക്കണം. അതിന്റെ ഗൗരവം ഓർത്താൽ നമുക്ക് ഒരു ഒഴിവുണ്ടാവില്ല. ഏതെങ്കിലും കുട്ടികളെങ്ങനെ ശല്യപ്പെടുത്താന്നുള്ളതല്ല, തെറ്റുകുറ്റങ്ങളുള്ള മേഖല കണ്ടെത്തി അത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ വായക്കാട് ടൗണിലോ പാൻ മസാല വെക്കുന്നുണ്ടോ? മഹല്ല് കമ്മിറ്റി ഒരു ചർച്ച, കമ്മിറ്റിയുടെ ഒരു ചർച്ച. നമ്മളെ ഈ വായക്കാട് ടൗണിൽ അല്ലെങ്കിൽ എടവണ്ണപ്പാറ ടൗണുമായാലും ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി ആയിക്കോട്ടെ, നമ്മളെ ടൗണിൽ പാൻ മസാല വെക്കുന്നുണ്ടോ? പാൻ മസാല ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്തുകൾ മുഖേന തടയണമെന്ന് നിയമം ഇറക്കിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന് തടയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല പോലീസ് ഓഫീസേഴ്സിന്റെ സഹായവും വേണ്ടയിടത്ത് കിട്ടാനും അതിന് വകുപ്പുണ്ട്. ഇങ്ങനെയുള്ളൊരു വിഷയം നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് കടയിലാണത് വിൽപ്പന നടത്തുന്നത്? ഇതിന്റെ സ്ഥിതി എന്തായാലും എത്രയും ഗുരുതരാണ്. എത്ര ഗുരുതരം പറയാൻ അത് സംബന്ധമായുള്ള പഠനത്തിൽ ഗുജറാത്താണത്ര ഇതിന്റെ ആസ്ഥാനം. നമ്മുടെ കേരളത്തിൽ ഈ പാൻ മസാല വിതരണം ചെയ്യുന്നതിന്റെ ലാഭം, അതിന്റെ പ്രയോക്താക്കൾ അവരാണത്ര.
ഓരോ സ്കൂളുകളിലും പ്രത്യേകമായി വിതരണം ചെയ്യാൻ അതത് സ്കൂളിന്റെ യൂണിഫോം നേരത്തെ മനസ്സിലാക്കി ആ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളെ അതേ വലിപ്പത്തിലുള്ള യൂണിഫോമാണ് ഞാൻ വിൽപ്പനക്കാരെ വരെ അറിയാതെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിന്റെ ഉള്ളിൽ മാത്രം 1,00,000 പാക്കറ്റോളം ഇത് ചെലവഴിക്കുന്നുണ്ട് എന്ന ഒരു മാസത്തിന്റെ ഉള്ളിൽ. ഇപ്പൊ ആ കണക്കൊക്കെ എത്ര ഏറിയിട്ടുണ്ടാവും. മാത്രമല്ല ഇതിന് മിക്ക പാക്കറ്റിലും കുപ്പിച്ചില്ലി, കുപ്പി പൊടിച്ചിട്ട് ഗ്ലാസ് പൊടിച്ചിട്ട് അരിമാവ് പോലെ അരിപ്പൊടി പോലെ പാകമാക്കി ചേർത്തിയിരിക്കുന്നു എന്ന് ഇതിനകം കണ്ടുപിടിച്ചിരിക്കണം. എന്തിനാ ഇത് ചേർത്തിയിരിക്കണമെന്നോ? ഇത് ചെറിയൊരു കാശിന് കടയിൽ നിന്ന് വാങ്ങി കയ്യിലേക്ക് തട്ടി വായിലേക്ക് കൊട്ടി അങ്ങ് ചവക്കുമ്പോ ഈ ഗ്ലാസിന്റെ ശകലം അവന്റെ വായക്കകത്ത് സുഷിരങ്ങൾ ഉണ്ടാക്കും, മുറിവുകൾ ഉണ്ടാക്കും. ആ മുറിവുകളിലൂടെ ഇതിലെ വിഷാംശങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് പടർന്നു പിടിക്കും. തിന്നുന്നവൻ എന്തേ തോന്നുകയുള്ളൂ എന്നോ? ഒരു എരിവും പുളിവേ തോന്നുള്ളൂ. കാരണം ഗ്ലാസിന്റെ ചെറിയ പൊടി കോറലുണ്ടാക്കിയാൽ അത് മുറിവായി തോന്നൂലല്ലോ. ആ മുറിവ് കൂടെ വിഷാംശം പെട്ടെന്ന് കയറുമ്പോ നല്ല ചോയും പുളിയില്ല, നല്ല എരിവും പുളിയില്ല സാധനമായിട്ട് ഇങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് ആ പാക്കറ്റ് മാത്രം അവൻ ചോദിച്ചു വാങ്ങുന്നു. അത് ഉപയോഗിക്കുന്നവൻ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മയക്കുമരുന്നിന്റെ ആളാകുന്നു. പിന്നീട് അവന്റെ ശരീരത്തിൽ മുറിവുകൾ രൂപപ്പെടുന്നു. അവനെ വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ അവൻ ചത്തുപോകുന്നു. എത്രമാത്രം ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട പൊടി മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ മഹല്ലത്തിൽ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ ആ കടക്കാരനെ കണ്ട് ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? അതിനൊരു കമ്മിറ്റി യോഗം നമ്മൾ കൂടേണ്ടതല്ലേ? എന്നിട്ട് ആ കടക്കാരനെ ഉപദേശിക്കേണ്ടതില്ല? ഇതൊന്നുമില്ലാതെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് രാവിലെ വന്ന 4 വയസ്സന്മാരെ മാത്രം ഇരുത്തി പള്ളിക്കല മൊയ്ലിയാർ വയലു പറഞ്ഞുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുമോ? ഈ വയലു കേൾക്കുന്ന സാധാരണക്കാര് ഒരു 10 മണിക്ക് ജുമാക്ക് വന്ന അൽക്കോഫ് ഓതി ആ ഒട്ടകത്തിന് അറുത്തു കൊടുത്ത് കൂലിയിട്ടാൻ വേണ്ടി രാവിലെ വന്നവരാണ്. ഇത് കേൾക്കേണ്ടവൻ ഖുത്ബ തീരാൻ സമയത്ത് വന്ന് സലാം വീട്ടിലേക്ക് ചാടിപ്പോയവനാണ്. അവനെവിടെ ഈ 10 മണിക്ക് വന്ന വയസ്സനെ ഇനിയും പോകാൻ അനുവദിക്കാതെ പിടിച്ചിരുത്തി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേ സമയത്ത് വയലു കേൾക്കാൻ ഇരിക്കാതെ ദ്വാക്ക് നിൽക്കാതെ ചാടിപ്പോയ നെറ്റിയും മൂക്കും മുടികൊണ്ട് പൊതിഞ്ഞ് മനുഷ്യനെ കാണുമ്പോ തല കൊണ്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് തുറച്ചു നോക്കുന്ന ചെറുപ്പക്കാരൻ എവിടെയാണ് നല്ല പാകത്തിൽ ഒറ്റക്ക് സമാധാനത്തോടുകൂടെ ഇരിക്കണം നേരം സമയം കണ്ടെത്തി ഒരു 4 കാരണന്മാരും പള്ളിയിലെ മൊയ്ലിയാരൊന്നാണ് ചാരിച്ചിട്ട്, മോനെ ഞങ്ങളിപ്പോ വന്നതടാ, നടക്കാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ വന്നത് മോനെ പറ്റി ആക്ഷേപിക്കാനും അല്ല. ചേടാ, നമ്മളെ ദീനുൽ ഇസ്ലാം നമ്മളൊക്കെ അയാത്ത് കാലത്ത് തന്നെ ഈ രൂപത്തിലൊക്കെ ഇടങ്ങേറായാൽ നമുക്ക് എങ്ങനെയാണടാ ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് എന്റെ കുട്ടി എന്റെ ചങ്ങാതിമാരടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പൊന്നു മോനെ അതൊന്ന് ചെന്ന് അവരെ തടയണം കേട്ടോ. എന്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ മോനെ നീ ശ്രദ്ധിക്കണട്ടോ എന്ന ഒരു ഉപദേശം നല്ല നിലക്ക് ഒന്ന് പോയി പറയാത്ത കാലത്തോളം ഒരൊറ്റ മഹല്ല് കമ്മിറ്റിയിലെ ഒരു മെമ്പർമാർക്കും അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയൂല. മാത്രമല്ല നാട്ടിലെ കാരണവന്മാരും ഉപദേശിക്കേണ്ട ആളുകളും മൗനം പാലിക്കുകയും കുഴപ്പക്കാരൻ തുടരുകയും ചെയ്ത ഏത് നിമിഷവും അദാബ് ഇറങ്ങും. ഇത് കേട്ടപ്പം സൈനബാ ബീവി ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഒരു വിഭാഗം ആളുകൾ കുഴപ്പമുണ്ടാക്കി, വേറെ ഒരു വിഭാഗം ആളുകൾ ഉപദേശിച്ചതുമില്ല. അതിന്റെ പേരിൽ അദാബ് ഇറങ്ങുമ്പോ നിരപരാധികളായ സാലിഹീങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളും കുട്ടികളും വയസ്സന്മാരും രോഗികളും ഉപദേശിക്കാനും കഴിവില്ല, ആരോടൊന്നും പറയാനും കഴിയൂല. നാ പടച്ചോനും പേടിച്ചിങ്ങനെ ജീവിക്കുന്ന സാധുക്കളും അദാബിൽ പെട്ടുപോവുകയില്ലേ എന്ന് ജഅ്ശർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോള് സൈനബ ബീവി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
സൈനബാ, നിന്റെ ചോദ്യം ശരിയാണ്, അത് സ്ഥാനത്തല്ല, സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ അല്ലാഹുവിനെ അങ്ങ് വല്ലാതെ ഇവർ കോപിച്ചാൽ, അതായത് അല്ലാഹു അവന് വായു നൽകി, ഭക്ഷണം നൽകി, ഭക്ഷണം ചവക്കാനുള്ള പല്ലും രുചിക്കാനുള്ള നാവും നൽകി, ചവച്ചിറക്കിയ ഭക്ഷണം പടച്ചോ തന്നെ അവന്റെ എരങ്കൊടലേക്ക് ഇറക്കി കൊടുത്തു. ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം അവന്റെ എരങ്കൊടലിലേക്ക് പടച്ചോ തന്നെ എത്തിച്ചു കൊടുത്തു. എരങ്കൊടലിലേക്ക് എത്തിച്ചു കൊടുത്ത ഭക്ഷണം പടച്ചോ തന്നെ ഇടിച്ചു പൊടിച്ച് അതിന്റെ സത്ത രക്തമാക്കി അവന്റെ ഞരമ്പുകളിലൂടെ പ്രവഹിപ്പിച്ച് അവനെ ജീവിപ്പിച്ച് അവൻ വെട്ടി വിഴുങ്ങിയ ഭക്ഷണത്തിലെ ചണ്ടിചവറുകൾ കാഷ്ടവും മൂത്രവുമാക്കി വേദനിപ്പിക്കാതെ പടച്ചോ തന്നെ പുറത്തേക്ക് നീക്കി അവൻ ആരോഗ്യവാനാക്കി. കേൾക്കാൻ കാതു കൊടുത്തു, കാണാൻ കണ്ണു കൊടുത്തു, നടക്കാൻ കാല് കൊടുത്തു, പിടിക്കാൻ കൈ കൊടുത്തു, ചിന്തിക്കാൻ മനസ്സ് കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് ഉപദേശിക്കാൻ ആളെയും അയച്ചു കൊടുത്തിട്ട് ഉപദേശിക്കാൻ ഏൽപ്പിച്ചവർ ഉപദേശിച്ചതുമില്ല. ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ഉത്തരവാദിത്വം നിർവഹിക്കണമില്ല. നാട്ടുകാരാണെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്താൽ സൈനബാ അദാബിറങ്ങും. അദാബിൽ പിന്നെ സാലിഹീങ്ങൾക്ക് രക്ഷയുണ്ട. സാലിഹീങ്ങളാണെന്ന് കരുതി മാറ്റി നിർത്തൂല. അപ്പൊ പിന്നെ അല്ലാഹു ഈ സാലിഹീങ്ങളോടൊരു കൃപ ചെയ്യും. അവർക്ക് എന്തായാലും മരിക്കണ്ടേ. ആ മരണം ഈ അദാബിൽ പെട്ടായതുകൊണ്ട് ഇവർക്ക് നാളെ ശുഹദായിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കൂലി ഉണ്ടാകും. സൈനബാ, നല്ലവർക്ക് രക്ഷ ഉണ്ടെങ്കിലും അത് ആഖിറത്തിലെത്തിയാലുള്ള രക്ഷയാണ്. ദുന്യാവിന്റെ അവന്റെ വിഷയങ്ങളൊന്നും പരിഹരിച്ചിട്ടുണ്ടാകൂല. ഇവിടെ കുറെ ചക്കന്മാര്, കുറെ ചെറുപ്പക്കാര് അവര് തോന്നിവാസം കാട്ടിക്കൂട്ടുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ നാടിന്റെ ഒരു സ്വഭാവം പറഞ്ഞേ ഉള്ളൂ, അല്ല നിങ്ങളുടെ നാട് എന്റെ നാട് എന്ന് ഞാൻ ഒറ്റപ്പെടുത്തി പറയുകയല്ല. സംസാരത്തിന്റെ ഒരു ശൈലി എങ്ങനെയായി എന്നേ ഉള്ളൂ. ഒരു മഹല്ല് പേര് നമ്മൾ പറയണ്ട, ആ മഹല്ലിൽ കാരണന്മാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, ഖത്തീബുണ്ട്, ഖാദിയുണ്ട്, ഒരുപാട് നാട്ടുകാരുണ്ട്. പക്ഷെ നാട്ടുകാരുടെ സ്ഥിതി എന്താണ്? പാകണ്ടെങ്കിലേ ഓ നിസ്കരിക്കുള്ളൂ, ഓന് തരണ്ടാകുമ്പോഴേ ഓ നിസ്കരിക്കുള്ളൂ. അവന്റെ വീട്ടില് ടിവിക്കൊന്ന് ഒന്ന് ശബ്ദം പിന്നെ കുറക്കുന്നവൻ പുറക്കാൻ പോലും അവൻ തയ്യാറാകണില്ല. അവന് എല്ലാ സമയത്തും കളിയാണ്. പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്ക് കൊടുക്കുന്നുണ്ട്, തൊട്ടടുത്ത പാടത്ത് അവൻ കളിക്കുന്നുണ്ട്. മഗ്‌രിബ് ഇവിടെ ഖളാ ആകാണ്. അപ്പോഴാണ് രണ്ട് ടീമും സമനിലയിലായത്. സമനിലയിലായപ്പോ പെനാൽറ്റി അടിക്കണം, അല്ല സമനിലയായപ്പോ പിന്നെ ഒരു 5 മിനിറ്റ് മാറി മാറി കളിക്കണം. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തപ്പോഴാണ് 5 മിനിറ്റ് ഇരു ടീമിനും കൊടുത്തത്. 5 മിനിറ്റ് കളിച്ചിട്ടും തീരുമാനമായില്ല. ഇതാണെങ്കിൽ മാച്ച് ഇന്ന് തീർക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ റഫറിന്റെ തീരുമാനം വന്ന് പെനാൽറ്റി കളിക്കാം. അങ്ങനെ പെനാൽറ്റി കോൾ വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മഗ്‌രിബ് ഖളാ ആയി. അത് ഇവിടുത്തെ ഖാദിയാർക്കറിയാം, ഖതീബിനറിയാം, കമ്മിറ്റി സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഖജാഞ്ചിക്കും മെമ്പറിനും അറിയാം. എന്നിട്ട് പിറ്റേ ദിവസമെങ്കിലും ഈ ഫുട്ബോളിന്റെ സംഘാടക സമിതിയെ കണ്ടിട്ട് നേരിട്ടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ മഗ്‌രിബ് ഖളാ ആക്കുന്ന രൂപത്തിൽ കളി നടത്തരുതേ. അതുപോലെ ഇവിടെ പ്രകടനം നടത്താൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്നവർ മുസ്ലിങ്ങളാണ്, അണിനിരുന്നവരും മുസ്ലിങ്ങളാണ്. അവർ മഗ്‌രിബിന്റെ സമയം പ്രശ്നമാക്കാതെ അവർ അണിനിരത്തുകയാണ്. ഇവിടുത്തെ ഖാദിക്ക് ഉത്തരവാദിത്വമുണ്ട്, കാരണവർക്ക് ഉത്തരവാദിത്വമുണ്ട്, കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ പ്രവർത്തന നേതാക്കന്മാരെ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകിൽ മഗ്‌രിബിന്റെ മുമ്പ് നിങ്ങളെ ജാഥ തീരണം, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ചിട്ടേ തുടങ്ങാവൂ എന്ന് ഉപദേശിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നില്ലെങ്കിൽ അദാബ് ഇറങ്ങുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്കറിയോ? രണ്ട് കൈയിന്റെ വിരല് ഇങ്ങനെ ഒരു ചക്രമായി ഇങ്ങനെ ദ്വാരമാക്കി പിടിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് യജൂജ് മൗജൂജിനെ ദുൽഖർനൈനി രാജാവ് അള്ളാഹുവിന്റെ സഹായത്താൽ വൻമതിൽ കെട്ടിക്കൊണ്ട് തിരിച്ചിരുന്നു. പക്ഷെ മനുഷ്യന്മാര് തോന്നിവാസം ചെയ്യുമ്പം അതിനിങ്ങനെ തൊളവന്ന് ഇങ്ങനെ തൊളയാകും. അപ്പൊ പിന്നെ യജൂജ് മൗജൂജ് അതിൽ നിന്നിങ്ങോട്ട് ചാടി അദാബ് തുടങ്ങും. എപ്പോൾ നബിയേ? മനുഷ്യന്മാര് ഫസാദ് ചെയ്യുന്നത് അധികരിപ്പിക്കുമ്പോ.
അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വിശദീകരണമായി ഇത്രയും നീട്ടി സംസാരിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ എന്റെ പ്രസംഗം നാളെയും മറ്റന്നാളും ഒക്കെ തുടരേണ്ടതുകൊണ്ട് സമയം വൈകിയാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞാൻ നിർത്തുകയാണ്. നമ്മളിവ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. ഇത് മാത്രം ഓർമ്മപ്പെടുത്തി ആ അനാവശ്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മളെങ്കിലും പിന്തിരിഞ്ഞ് മറ്റുള്ളവരെ പിന്തിരിപ്പിച്ച് മുന്നോട്ട് പോകണം. നമുക്കതിന് അല്ലാഹു തൗഫീഖ്